പൊസിഷൻ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അക്കൗണ്ട് ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഗ്രൂപ്പ്, എന്ത് അക്കൗണ്ട് ഗ്രൂപ്പ്? വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ്. ഹായ് ഹലോ, എൻ്റെ പേര് സഞ്ജിത്ത്. അപ്പോൾ എല്ലാവർക്കും എൻട്രി എലിവേറ്റ് കൊമേഴ്സിൻ്റെ മറ്റൊരു SAP ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് SAPയുടെ ക്ലാസ്സുകൾ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്കൗണ്ട്സ് പേയബിളെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ പറഞ്ഞാൽ നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് അതായത് നമ്മുടെ വെൻഡേഴ്സ്. അപ്പോൾ ഒരു വെൻഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ വെൻഡറിൻ്റെ അടുത്ത് എങ്ങനെ പർച്ചേസ് ചെയ്യാം, പർച്ചേസ് റിട്ടേൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു വെൻഡറെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് പേയബിളെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള T കോഡ്, ലെഡ്ജർ ക്രിയേഷന് വേണ്ടി T കോഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. /FS00 /FS00 എൻ്റർ ചെയ്യാം. /FS00 നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു പേജിലോട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരിക? ഓക്കെ, നമുക്കറിയാം ഏത് അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് വരിക? ലയബിലിറ്റീസിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ അണ്ടർ ലയബിലിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലയബിലിറ്റീസിൻ്റെ അണ്ടറിൽ നമുക്കൊരു സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു കണ്ടിന്യൂഷൻ നമ്പർ കൊടുത്തിട്ട് ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റിൻ്റെ ഉള്ളിൽ GL അക്കൗണ്ട് നമ്പർ, അപ്പോൾ ലയബിലിറ്റീസിൻ്റെ അണ്ടറിലുള്ള ഒരു GL അക്കൗണ്ട് നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂഷൻ നമ്പർ തന്നെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റർ കൊടുത്തപ്പോൾ നമുക്ക് വേണ്ട ഫീൽഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഓക്കെ, ദെൻ അക്കൗണ്ട് ഗ്രൂപ്പ് ലയബിലിറ്റീസ് നമുക്കറിയാം. സെലക്ട് ചെയ്തു. ലയബിലിറ്റീസ് ആയതുകൊണ്ട് തന്നെ P&L സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ട് എന്താക്കണം? ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഷോർട്ട് ടെക്സ്റ്റ് നമ്മൾ അക്കൗണ്ടിന് നെയിം ചെയ്യലാണ്. ഇപ്പോൾ അക്കൗണ്ട് നെയിം നമുക്കറിയാം എന്താ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. നമുക്ക് നെയിം ചെയ്യാം സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് അക്കൗണ്ട് നെയിം ചെയ്തിട്ടുണ്ട്. ദെൻ ലോങ് ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓർ ഡിസ്ക്രിപ്ഷൻ അതിനുള്ളിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്ലിക്ക് ഓൺ കൺട്രോൾ ഡാറ്റ. കൺട്രോൾ ഡാറ്റയിൽ നമുക്ക് ബാലൻസസ് ഇൻ ലോക്കൽ കറൻസി ടിക്ക് മാർക്ക് ചെയ്യണ്ട. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? റീകൗൺസിലേഷൻ അക്കൗണ്ട് ഫോർ അക്കൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെൻഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ക്രോൾ ഡൗൺ, ലൈൻ ഐറ്റം ഡിസ്പ്ലേ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സോർട്ടിക്ക് ആയിട്ട് 012. ഓക്കെ, വെൻഡർ നമ്പറാണ് 012 എന്ന് പറഞ്ഞാൽ സോർട്ടിക്ക് ആയിട്ട് 012 എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ക്ലിക്ക് ഓൺ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ്. അവിടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G067 എന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തു. ദെൻ സേവ് ചെയ്തപ്പോൾ നമ്മൾ അണ്ടർ ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ലെഡ്ജർ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് അക്കൗണ്ട്സ് പേയബിളിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ലെഡ്ജർ, ഇപ്പോൾ ഈ ലയബിലിറ്റീസ്, അസറ്റ്, എക്സ്പെൻസ്, ഇൻകം എന്നൊക്കെ പറയുന്നത് എന്താ? ഒരു അക്കൗണ്ട് ഗ്രൂപ്പാണ്. ഓരോ ലെഡ്ജേഴ്സ് വന്ന് ചേരേണ്ട അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ഈ അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് ഗ്രൂപ്പുകൾ. അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെൻഡേഴ്സിന് ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരിക്കും ആ വെൻഡേഴ്സൊക്കെ സേവ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് ആക്സസ് ചെയ്യാനുള്ള T കോഡ് നമുക്ക് നോക്കാം. /OBD3 എന്ന് പറഞ്ഞ T കോഡ് വെച്ചിട്ടാണ് നമ്മൾ വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. OBD3 കൊടുത്തു, എൻ്റർ കൊടുത്തു. പേജ് അവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു ലോക്ക് ഡാറ്റ വന്നിട്ടുണ്ട്. നമുക്ക് ആ ലോക്ക് ഒന്ന് കളഞ്ഞു കൊടുക്കാം. S കൊടുത്തു. ലോക്ക് ഡാറ്റ ക്ലിയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. /SM12 എന്ന T കോഡിൽ നമ്മുടെ യൂസർ നെയിം മാത്രം ക്ലിയർ ചെയ്തിട്ട് ക്ലൈൻറ്റ് നമ്പർ അവിടെ വെച്ചിട്ട് ക്ലിക്ക് ഓൺ ലിസ്റ്റ്. ദെൻ സെലക്ട് ഓൾ.
ആൻഡ് ഡിലീറ്റ് ഓൾ. ഡിലീറ്റ് ലോക്ക് എൻട്രീസ് എന്ന് പറഞ്ഞൊരു പേജ് എസ് കൊടുക്കുമ്പോൾ നമ്മുടെ ലോക്ക് എൻട്രീസ് ഒക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏത് പേജ് ആക്സസ് ചെയ്യുമ്പോഴാണോ നമുക്ക് അങ്ങനെ ലോക്ക് വന്ന് ആ പേജിലോട്ട് ഏത് പേജ് ആക്സസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ലോക്ക് വന്നത് ആ പേജിലോട്ട് റിട്ടേൺ പോവാം. /OB_D3 റിട്ടേൺ പോയി. അപ്പോൾ ലോക്കൊന്നുമില്ല, നേരെ പേജ് ആക്സസ് ആയിട്ടുണ്ട്. ദെൻ ക്ലിക്ക് ഓൺ ന്യൂ എൻട്രീസ്. ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ന്യൂ എൻട്രീസ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ അവിടെ നമ്മൾ പുതിയതായിട്ട് നമുക്കൊരു അപ് ടു 4 ഡിജിറ്റ് കോഡ് കൊടുത്ത് എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാനൊരു P57A എന്ന് പറഞ്ഞ കോഡാണ് കൊടുക്കുന്നത്. വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പായിട്ട് P57A എന്ന് പറഞ്ഞൊരു കോഡാണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന കോഡാണ്, അതുകൊണ്ട് തന്നെ എനിക്കത് ഓർമ്മ വേണം. ഓക്കെ, അതുകൊണ്ട് P57A എന്ന് പറഞ്ഞൊരു വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ അണ്ടറിലായിരിക്കും, ഈ ഒരു കോഡിൻ്റെ അണ്ടറിലായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വെൻഡേഴ്സും ലിസ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, ദെൻ മീനിങ് ഞാൻ വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് ഫോർ എൻ്റെ കമ്പനി കോഡിൻ്റെ നെയിം അവിടെ കൊടുക്കുകയാണ്. P51A എന്ന് പറഞ്ഞൊരു കമ്പനി കോഡിൻ്റെ പേര് ഞാൻ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ കമ്പനി കോഡ് ഡാറ്റ. ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ അണ്ടറിൽ കമ്പനി കോഡ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കമ്പനി കോഡ് ഡാറ്റ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ തന്നെ സെലക്ട് ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ ഒരു അക്കൗണ്ട് മാനേജ്മെൻറ്റ് കാണാം. അക്കൗണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൽ റീകൗൺസിലേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് റിക്വേർഡ് ആക്കി കൊടുക്കാം. ദെൻ ക്യാഷ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് സപ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സപ്രസ് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ സേവ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ വരും, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ഡാറ്റ വാസ് സേവ്ഡ് എന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു മെസ്സേജ് ലെഫ്റ്റ് ബോട്ടത്തിൽ ആ മെസ്സേജ് ശ്രദ്ധിക്കണം, ഡാറ്റ സേവ് ആയിട്ടുണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്? വെൻഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നപ്പോൾ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലെഡ്ജറിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുത്തു. ആ അക്കൗണ്ട് ഗ്രൂപ്പിലൊക്കെ ഒരു റേഞ്ച് കൊടുത്തായിരുന്നു. 1 to 1000, 1000 and 1 to 2000 കൊണ്ട് റേഞ്ച് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ വെൻഡേഴ്സിനും നമ്മൾ എന്ത് വേണം? ഒരു റേഞ്ച് സെറ്റ് ചെയ്യണം. വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പിന് ഒരു റേഞ്ച് സെറ്റ് ചെയ്യണം. ആ റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ വെൻഡേഴ്സിനെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വെൻഡർ അക്കൗണ്ട് ഗ്രൂപ്പിന് ഒരു റേഞ്ച് നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുള്ള ടീക്കോളിലോട്ട് പോവാം. /xkn1 നമ്പർ റേഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ക്ലിക്ക് ഓൺ ചേഞ്ച് ഇൻ്റർവെൽസ്. ചേഞ്ച് ഇൻ്റർവെൽസ് മീൻസ് പെൻ ഇൻ്റർവെൽസ് എന്നാണ് ആ സിമ്പിളിൻ്റെ പേര്. പെൻ ഇൻ്റർവെല്ലാണ്. അത് കേസർ കുറച്ച് നേരം വെക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാവും ചേഞ്ച് ഇൻ്റർവെൽസ് എന്നാണ് അതിന് വിളിക്കുക. അതൊന്ന് സെലക്ട് ചെയ്തു, ടാപ്പ് ചെയ്തു. ദെൻ നമുക്ക് അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. നമ്പർ റേഞ്ച്, ഒരുപാട് നമ്പർ റേഞ്ചസ് അവിടെ കാണാം. ഫ്രം നമ്പർ ടു നമ്പർ ഒരുപാട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ലൈൻ. മുകളിലൊരു പ്ലസ് സിമ്പിൾ കാണാം. ഇൻസേർട്ട് ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫീൽഡ് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്പർ റേഞ്ചിൻ്റെ അവിടെ ന്യൂ 2 ഡിജിറ്റ് കോഡ്, അതായത് ഇതിലില്ലാത്ത ഒരു 2 ഡിജിറ്റ് കോഡ് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്യണം. ഈ 2 ഡിജിറ്റ് കോഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്ലൈൻറ്റ് നമ്പറിൽ ഓൾറെഡി സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്പേഴ്സ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിലില്ലാത്ത ഒരു 2 ഡിജിറ്റ് കോഡും പിന്നെ ഫ്രം നമ്പറും 2 നമ്പറും ഈ ഒരു റേഞ്ചിലില്ലാത്ത, ഈ ഒരു റേഞ്ചുകളിലൊന്നും ഇല്ലാത്ത ഒരു ഫ്രം നമ്പറും 2 നമ്പറും അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി നമുക്കതിപ്പോൾ പോസിബിൾ അല്ല. കാരണം ഓൾറെഡി എല്ലാ ഫ്രം നമ്പർ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് ഓൾറെഡി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നമുക്ക് എന്തില്ല, പോസിബിൾ അല്ല. പക്ഷേ ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വേർഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ലിമിറ്റേഷൻസ് ഉള്ളത്. ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു നമ്പർ റേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു നമ്പർ റേഞ്ച് ആണെന്നുള്ള രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 0 to എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്പർ റേഞ്ച് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതിൽ ഫ്രം നമ്പർ 1 lakh കൊടുത്തിട്ടുണ്ട്. 2 നമ്പർ 2 lakhൻ്റെ അടുത്ത് നമ്പർ റേഞ്ച് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണ വെണ്ടറിൻ്റെ കോഡ് എന്ന് പറയുന്നത് 1 lakh ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യണ വെണ്ടർ എന്ന് പറയുന്നത് 1,99,999 ആയിരിക്കും.
ഓക്കെ. അപ്പോൾ NR സ്റ്റാറ്റസിൽ അവിടെ ഒരു 1,02,500 എന്ന് പറഞ്ഞിട്ടൊരു കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മീനിങ് 205 വെൻഡേഴ്സിനെ ഓൾറെഡി ആ ഒരു നമ്പർ റേഞ്ചിൽ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇനിയും ഓപ്ഷൻസ് ഉണ്ട് അല്ലേ, ഈ ഒരു റേഞ്ചിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇനിയും ഡിഫറൻസ് ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്പർ റേഞ്ച് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാണ് 02 എന്ന നമ്പർ റേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻസേർട്ട് ലൈൻ കൊടുത്ത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുമ്പോൾ ഡാറ്റ വാസ് സേവ്ഡ് എന്നുകൊണ്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ദെൻ ടി കോഡ് /OBAS എന്ന് വെച്ച ടി കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്ത 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് ഇല്ലേ, അത് നമുക്ക് നമ്മുടെ കമ്പനി കോഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് /OBAS എന്ന് പറഞ്ഞ ടി കോഡ് ഞാൻ അവിടെ എടുത്തു. ദെൻ ക്ലിക്ക് ഓൺ പൊസിഷൻ കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് അക്കൗണ്ട് ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഗ്രൂപ്പ്, എന്ത് അക്കൗണ്ട് ഗ്രൂപ്പ്, വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ്. വെണ്ടറിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു, ആ ഗ്രൂപ്പാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു 4 ഡിജിറ്റ് കോഡാണ് ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തത്, ഞാനത് കൊടുക്കാം. P57A എന്ന് പറഞ്ഞ കോഡായിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ. ദെൻ എൻ്റർ ചെയ്തപ്പോൾ ആ P57A എന്ന് പറഞ്ഞ വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് ഏറ്റവും ടോപ്പിലോട്ട് ഫിൽറ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്പർ റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ, നമ്പർ റേഞ്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെ അസ്യൂം ചെയ്ത 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് ഇല്ലേ, നമുക്കതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ ക്ലിക്ക് ഓൺ സേവ് ക്ലിക്ക് ചെയ്തപ്പോൾ റിക്വസ്റ്റ് വന്നു, ജസ്റ്റ് എൻ്റർ ഡാറ്റ വാസ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് വേണം, അതുപോലെ തന്നെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു റീകൺസിലേഷൻ ലെഡ്ജറും വേണം. ഓക്കെ. നമ്മൾ എല്ലാ കോൺഫിഗറേഷൻ സെറ്റപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാധാ ഒരു വെണ്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നോർമൽ അല്ലെങ്കിൽ ഒരു സാധാ ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടി കോഡ് എന്ന് പറയുന്നത് /FK01 എന്ന് വെച്ച ടി കോഡ് കൊണ്ടാണ് നമ്മൾ ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. FK01 കൊടുത്തു. ദെൻ എൻ്റർ കൊടുത്തപ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽസ് കാണാം. കമ്പനി കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മുടെ കമ്പനി കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഫില്ലായിട്ട് വന്നിട്ടുണ്ട്. അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി കോഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അക്കൗണ്ട് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് P57A എന്നായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തു, അതവിടെ വന്നിട്ടുണ്ട്. വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് ഫോർ P57A എന്ന് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തു. ഓക്കെ. റെഫറൻസിൻ്റെ അണ്ടറിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട, മുകളിലുള്ളത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. വെണ്ടറിൻ്റെ നേർക്ക് ബ്ലാങ്ക് ആക്കി തന്നെ ഇട്ടാൽ മതി. നമ്മൾ എന്താ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പോൾ കമ്പനി കോഡും കൊടുക്കണം, അക്കൗണ്ട് ഗ്രൂപ്പും കൊടുക്കണം, വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പും കൊടുക്കണം. ദെൻ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഒരു നമ്മൾ കമ്പനി കോഡൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ കൊടുക്കേണ്ട എന്തിൻ്റെ ഡീറ്റെയിൽസാണ്, വെണ്ടറിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ടൈറ്റിൽ നമുക്ക് കമ്പനി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു നെയിം കൊടുക്കാം. ഞാൻ MRF എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു. MRF എന്ന് പറഞ്ഞാൽ ഒരു വെണ്ടറിനെയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെയിം അവിടെ MRF എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ സെർച്ച് ടേമും ഞാൻ MRF എന്ന് പറഞ്ഞ് കൊടുത്തു. ദെൻ സ്ട്രീറ്റ് പാലക്കാട് എന്ന് പറഞ്ഞ് കൊടുക്കാം, അതായത് ഏത് സ്ട്രീറ്റിലാണെന്നുള്ളത്. പോസ്റ്റൽ കോഡ് ഒരു 6 ഡിജിറ്റ് കോഡ് കൊടുക്കാം. പിന്നെ അതിൻ്റെ നേർക്ക് സിറ്റി ഉണ്ട്, അതും നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ദെൻ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട് IN എന്ന് വെച്ച് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ വരും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ റീജിയൻ, അതായത് സ്റ്റേറ്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 11 എന്ന് പറഞ്ഞ കീ കൊടുത്താൽ മതി. കേരള ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. IN കൊടുത്തതിന് ശേഷം റീജിയൻ 11 കൊടുക്കുമ്പോൾ കേരള അവിടെ വരും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യാം. PO ബോക്സ്
പാലക്കാട് എന്ന് പറഞ്ഞു കൊടുത്തു. പോസ്റ്റൽ കോഡ് അഗൈൻ 6 ഡിജിറ്റ് കോഡ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ടെലിഫോൺ നമ്പർ, ഫാക്സ്, ഇമെയിലൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്, ഞാനിത് മാൻഡറ്ററി ഡീറ്റെയിൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുത്തപ്പോൾ നെക്സ്റ്റ് ഒരു പേജ് അവിടെ വന്നു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള പേജല്ല, വീണ്ടും ഞാൻ എൻ്റർ കൊടുത്തു. ഇത് നമുക്ക് വേണ്ട. ഒരു വട്ടം കൂടി എൻ്റർ കൊടുത്തപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അതിൽ റീകൗൺസിലേഷൻ അക്കൗണ്ട് ജസ്റ്റ് സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ആ ലെഡ്ജർ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ റീകൗൺസിലേഷൻ അക്കൗണ്ട് അവിടെ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ ലെഡ്ജർ അവിടെ വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ നേർക്ക് സോർട്ട് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോർട്ട് കീ, വെണ്ടർ സോർട്ട് കീ ആയ 012 കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്കിവിടെ കൊടുക്കാനുള്ളത്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ വെണ്ടർ ഒരു നമ്പർ കണ്ടില്ലേ, നമ്പർ വാസ് ക്രിയേറ്റഡ്. അതായത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ 02 എന്ന് പറഞ്ഞ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു നമ്പർ ആയിരിക്കും ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 205 വരെ നേരത്തെ നോക്കുമ്പോൾ NR സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, 206 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 206ാമത്തെ വെണ്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വെണ്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്പർ എന്തായിരിക്കും, 207 ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ SAPയിൽ ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് EMRF എന്ന് പറഞ്ഞ വെണ്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, /FK02 എന്ന് പറഞ്ഞ T കോഡ് ഉപയോഗിച്ച് /FK02 അത് ഉപയോഗിച്ച്, അപ്പോൾ അതിൽ ഓൾറെഡി നമ്മുടെ വെണ്ടർ അവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ വെണ്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെർച്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി കോഡ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് അവിടെ കാണിക്കും. സ്റ്റാർട്ട് സെർച്ച് കൊടുത്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെണ്ടേഴ്സിന് മൊത്തം അവിടെ കാണിക്കും. നമ്മൾ ആകെ ഒരു വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് MRF എന്ന് പറഞ്ഞ വെണ്ടർ മാത്രം ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് വയ്ക്കുക. ആ നമ്പറാണ് അവിടെ കാണിക്കുക കേട്ടോ. നേർക്ക് നമ്മുടെ വെണ്ടറിൻ്റെ നെയിം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അവിടെ ജനറൽ ഡാറ്റയിൽ അഡ്രസ്സ് ആണെങ്കിൽ അഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജ് നമുക്ക് അവിടെ ആക്സസ് ആയി കിട്ടും. എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് SAPയിൽ സാധാ ഒരു വെണ്ടർ ക്രിയേഷൻ നടത്തുന്നത്. ഓക്കെ, SAP S/4HANAയിൽ നമുക്ക് സാധാ ഒരു വെണ്ടറെ മാത്രമല്ല, നമുക്ക് ബിസിനസ് പാർട്ട്ണറായ വെണ്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് നമുക്ക് ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്, ആ ബിസിനസ് പാർട്ട്ണർ നമ്മുടെ വെണ്ടറും കൂടിയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ ചെയ്യുന്നത്, അപ്പോൾ ബിസിനസ് പാർട്ട്ണറിനെ സെറ്റ് ചെയ്യാനുള്ള കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ബിസിനസ് പാർട്ട്ണറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് വെണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ബിസിനസ് പാർട്ട്ണറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിസിനസ് പാർട്ട്ണറെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഗറേഷനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ വെണ്ടറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വെണ്ടർ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് BP എങ്ങനെയാണ് വെണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് /BP എന്നുള്ള T കോഡ് ഉപയോഗിച്ച് /BPയിൽ മെയിൻ ബിസിനസ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ഒരു പേജാണ് അവിടെ ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ വെച്ചാണ് നമ്മൾ BP ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, BP ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വെണ്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് BP ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കോൺഫിഗറേഷൻ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ വെണ്ടറായിട്ട് കൺവേർഷൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നെടുത്ത ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സോൾവ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.